ഏകദേശം 1000 ആത്മാക്കൾ ഇങ്ങനെ ഒരേ സമയം ക്യൂ നിൽക്കേണ്ടതാണ്. അതിനനുസരിച്ച് വേണം നമ്മൾ ചെയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. నా పేరు గుంటూరు చలపతిరావు. നല്ല കാര്യം. తడా పక్కన పెద్ద వీడిరుకు. ഓ, വീടുണ്ടല്ലേ? വീട് ഫുള്ള ദെയ്യം. ദെയ്യം എന്ന് വെച്ചാ പ്രേതം. തെയ്യെന്ന് പറഞ്ഞാൽ തെലുങ്കിൽ പ്രേതം. ഓ, അപ്പൊ തെലുങ്ക് റൈറ്റ്സ് നമ്മുടെ കയ്യിലാണല്ലേ? కాశ్మర స్వామి తమరొక్కసారి వస్తే. చౌపికరావు గారు, నాకు టైం లేదు. ഒരേ സമയത്ത് ഗിന്നസിന് വേണ്ടി 1000 ആത്മാക്കളെയാണ് അയക്കാൻ പോകുന്നത്. 1000 ആത്മാക്കളോ? അതിലൊരു 110 തെലുങ്ക് ആത്മാക്കളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ബിസിയാണ്. വരുന്ന കാര്യം ബുദ്ധിമുട്ടാ. ഞാൻ വേണമെങ്കിൽ അനിയത്തെ അങ്ങോട്ട് അയക്കാം. അവൾ ഒന്ന് വേണ്ട പോലെ ചെയ്തോളൂ. అలా చెప్పకండి. ఈ విషయమా നാനെ കാണാത്ത ആളില്ല. ఎల్లా ఫ్రాడ్. ఎవరి వల్ల పని జరగటం లేదండి. తమరొక్కసారి దయచేస్తే డబ్బు ఎంతైనా పర్వాలేదండి. വേണ്ടാന്ന് പറഞ്ഞാലും വിടില്ല. ആ വീട് തന്നെ എഴുതി വാങ്ങുമെന്ന് തോന്നുന്നല്ലോ. അഡ്രസ് വന്നിട്ട് പോയിക്കോ, ഞാൻ തന്നെ വരാം. നന്നായി ചെയ്തു തരാം. ആ വീട്ടിലോട്ട് എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോന്നേ. ഒരിക്കലും നടക്കില്ല. പറഞ്ഞോളൂ നേതാവേ. എന്താ ഇത്? നിന്നെ കൊണ്ട് വലിയ തലവേദനയാണല്ലോ. ഇപ്പോഴാണല്ലോ റിയൽ എസ്റ്റേറ്റ് രാജേഷ് കേസിൽ നിന്ന് വെളിയിൽ വന്നത്. ഇപ്പൊ വീണ്ടും അടുത്ത കുരുക്കുണ്ടാക്കിയോ? അല്ല, നിനക്കും എതിർ പാർട്ടി സുരേഷ് കുമാറിനും എന്തുവാ ബന്ധം? അത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിൽ നാളെ റെയ്ഡ് വരുന്നത്? റെയ്ഡോ? ഒന്നും വീട്ടിൽ വെച്ചേക്കരുത്. അവർക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന് കരുതി ഒളിപ്പിച്ച് വെച്ചേക്കുന്നതല്ല, അതാദ്യം വെളിയിലെടുക്കണം. കൂടെയുള്ള രാഷ്ട്രീയക്കാർക്ക് എഗ്രിമെന്റ് എഴുതി കൊടുത്ത ആ ഡോക്യുമെന്റ്സ് എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതെല്ലാം അങ്ങനെ തന്നെ ഭദ്രമായിട്ടുണ്ട്. സാറേ, പഴയതുപോലെ സ്വാമിയുടെ വീട്ടിലല്ലേ? ഇനി കാശ്മീരിയാണ് നമ്മുടെ സ്വാമി. എല്ലാം കെട്ടിപ്പറക്കി അങ്ങോട്ട് കൊണ്ടുപോകും. സ്വാമി, മിനിസ്റ്റർ ആളുകൾ ഇവിടേക്ക് അയച്ചിട്ടുണ്ട് സ്വാമി. അങ്ങനെയാണോ? അതെ സ്വാമി. വരാൻ പറയേ. വരൂ. എന്താ കാര്യം? സ്വാമി, നാളെ MLA സാർ ഒരു ഫ്ലോട്ടിന് അഡ്വാൻസ് കൊടുക്കാൻ പോവാ. വ്യവസായ നിലമാണോ? അതിന് ചില പ്രത്യേക പൂജകളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അതിനാണ് സ്വാമി ഈ റിയൽ എസ്റ്റേറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം സാറ് ഇങ്ങോട്ട് കൊടുത്തു വിട്ടത്. അതെല്ലാം ഒരു ദിവസം ഇവിടെ വെച്ച് അവിടെ നല്ലൊരു പൂജ ചെയ്താൽ നാളെ അദ്ദേഹം വന്ന് വാങ്ങിച്ചോണ്ട് പൊക്കോളും. ആ ഡോക്യുമെന്റ്സ് ഉള്ള ബാഗെല്ലാം എടുത്തോണ്ട് ആ ഭാഗത്തേക്ക് ശരി സ്വാമി. സ്വാമി അവിടെ തന്നെ വരാം. പോയിക്കോ. വന്നാലും അകത്തേക്ക് വരൂ. അകത്തോട്ട് വെച്ചേ. ഇവിടേക്ക് വെക്കുക. സഹോദര, ഈ പൂജയെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം എടുത്ത് ഞങ്ങൾ ലോക്കറി വെച്ചേക്കാം. ശരി സ്വാമി. നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് വേണ്ടി വരുമോ? വേണ്ട സ്വാമി, അദ്ദേഹം ഇവിടെ വെച്ചിട്ട് വരാനാ പറഞ്ഞത്. നന്നായി വരും. ശരി, വരാം സ്വാമി. സാറേ, കാശ്മീർ വലിയ ഫ്രോഡാ സാറേ. ഇനി അവനെ ഒരിക്കലും വിശ്വസിക്കരുത്. തെലുങ്കം പറഞ്ഞ പോലെ അല്ലല്ലോ കാര്യങ്ങളുടെ പോക്ക്. ഇത് പഴയൊരു പാലസാണെന്ന് തോന്നില്ല. ഒരു മോഷണ കേസിൽ CCTV നോക്കിയപ്പോ കിട്ടിയതാ. 20-ാം തീയതി ഈ വീട്ടിൽ നിന്ന് കൂടോത്രം എടുത്താ. പക്ഷെ 17-ാം തീയതി ഇവന്മാര് തന്നെ അത് കൊണ്ടുവച്ചത്. ഈ ആത്മാവിനോട് സംസാരിച്ചെല്ലാം വെറും കള്ളമായിരുന്നു സാർ. ഇപ്പോഴാ എല്ലാ സ്വത്തും കൊടുത്തു വിട്ടത്. ഡയമണ്ട്, ആഭരണം, പണം, സഖ്യകക്ഷികളുമായിട്ടുള്ള എഗ്രിമെന്റ് ഡോക്യുമെന്റ്സ്, മൊത്തത്തിൽ 500 കോടിയുടെ ആസ്തി. അയ്യോ, അവന്റെ അടുത്ത് എന്ത് വിചാരിച്ച? ഇന്നലെ വരെ ദൈവിക ശക്തിയുള്ളവൻ അതിശയ പിറവിന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് ഫ്രോഡെന്ന് പറയാ. എന്താണ് ഒരു വഴി? എടാ, ആ ബാഗൊന്നും കൊടുക്കണ്ട, കൊണ്ടുവന്നേക്കെ. അയ്യോ, കൊടുത്തല്ലോ സാറേ. എന്ത് പറ്റി? ഇപ്പൊ തന്നെ പോയി എന്തെങ്കിലും പറഞ്ഞ് എല്ലാം തിരിച്ചെടുത്തോണ്ട് വന്നേക്കെ. മൊത്തോ പറഞ്ഞതനുസരിക്കേ.
സാറേ ഈ വീട് പൂട്ടിയിരിക്കുക. എടാ ഇപ്പോഴല്ലേ നിങ്ങൾ കൊടുത്തേ? അതെ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ആ സഹോദര, ടാങ്ക് വേഗം ഫില്ല് ചെയ്തോളൂ, നന്നായി വരും. ആ ഫോണിങ് തന്നെ മോനെ. സ്വാമി ബാലൻസ് ഫോണിൽ ആ, ശരി, അടിച്ചോ, ശരി. ആ, കാശ്മീര, ഞാൻ അച്ഛനാ ആ സംസാരിക്കുന്നു. പറയച്ചാ. ആ മിനിസ്റ്റർ ധനകോടിയില്ലേ മോനെ, അയാള് വളരെ മോശക്കാരനാണ് എനിക്ക് അതെന്താ? തോന്നുന്നത്. ഏതോ ലാൻഡ് പൂജയാന്നും പറഞ്ഞ് ബാഗും കുറെ സാധനങ്ങളും നമ്മുടെ ആശ്രമത്തിൽ വെച്ച് മകനെ. അയാള് പോയതിനു ശേഷം ഒരു ബാഗിന്റെ ഭംഗി കണ്ടപ്പോ ഞാൻ പതുക്കൊന്ന് തുറന്നു നോക്കി. ഉള്ളില് എന്താണെന്നാ നീ വിചാരിക്കുന്നേ? എന്തായാലും ഉള്ളത് സ്വർണം, വൈരം, പണം, അങ്ങനെ ഏകദേശം ഒരു 300-400 കോടിക്ക് മേലെയുണ്ട് മോനെ. എന്തൊക്കെയാ പറയുന്നേ? അതിന്റെ കൂടെ നശിച്ചു പോയ കുറച്ച് ആധാരങ്ങളും ഉണ്ടെന്നേ. അപ്പൊ 400 കോടി നമ്മുടെ വീട്ടിലാണോ ഉള്ളത്? അതെങ്ങനെ ഉണ്ടാവും മോനെ? അച്ഛനെല്ലാം അടിച്ചു മാറ്റി അവിടുന്ന് പോന്നില്ലേ? എന്റെ അച്ഛൻ തന്നെ. ഇപ്പൊ ഹൈവേയിലാ ഞങ്ങൾ ഉള്ളത്. പോകുന്ന വഴിക്ക് ബിരിയാണി കഴിച്ചിട്ട് അങ്ങനെ തന്നെ ബാംഗ്ലൂരുള്ള നിന്റെ അമ്മാവന്റെ ആശ്രമത്തിൽ പോകും. നീ നേരെ അങ്ങോട്ട് വന്നേക്ക്. അവിടെ നിന്നുകൊണ്ട് പാസ്പോർട്ട് റെഡിയാക്കി ഏതെങ്കിലും ഫോറിൻ രാജ്യത്തേക്ക് പോകാം. ഈ നാട്ടിൽ നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാരും വിശ്വസിക്കുകയാണെന്നേ. ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു മോനെ. വിദേശത്ത് പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം. അച്ഛാ, അച്ഛന്റെ മകനായി ജനിച്ചതിൽ ഇന്നാണ് എനിക്ക് അഭിമാനം തോന്നുന്നത് അച്ഛാ. നോക്കി പോണേച്ചാ, പണം സൂക്ഷിച്ചോളണം. സാറേ, ബാഗ് എന്നാലും വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്. നമുക്ക് വീടിന്റെ പൂട്ട് പൊളിച്ചാലോ? അതുകൊണ്ടൊന്നും കാര്യമില്ല. ബാഗ് ബാംഗ്ലൂർ റൂട്ടിലാ പോകുന്നത്. ബാഗ് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. അതെ, എല്ലാ ബാഗിലും GPS ടാഗിംഗ് യൂണിറ്റ് വെച്ചിട്ടുണ്ട്. അത് ബാംഗ്ലൂർ റൂട്ടാ കാണിക്കുന്നത്. കുടുംബത്തോടെ ബാഗുമായി ബാംഗ്ലൂരിലേക്ക് പോയി കാണും. ആ സാറേ. അവന്റെ കുടുംബത്തിൽ ഒരാൾ പോലും ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. ശരി സാറേ. കാശ്മീർ അവിടെ നില്ലേ? വന്ന ജോലി തീരാതെ പോവാണോ? ആരാ നിങ്ങള്? ഇവിടെ ആരും ഇല്ലെന്നാണല്ലോ പറഞ്ഞേ. ആരാ പറഞ്ഞേ? ഞാനുണ്ടല്ലോ. അതെ, അർജന്റായിട്ട് ഫാമിലിയോടൊത്ത് ഫോണിലേക്ക് പോവാ. കൈനോട്ടെ. കൈവിടെ. എടാ കിളവാ, കഥ ഓർക്ക്. ഇത് വലിയ കഥയാണല്ലോ, എനിക്ക് തനിയെ തുറക്കാൻ പറ്റില്ല. ആരെങ്കിലും സഹായിക്കേ. ആരും ഇല്ല ഇവിടെ. എന്നാ കിളവാ, ഡോർ തുറന്നില്ലെങ്കിൽ ആത്മാവിനെ നിങ്ങളുടെ ദേഹത്തേക്ക് വിടും. എന്നാ പന്നെ കിളവാ, തനിക്ക് എന്തോ തന്നെ സൂക്കേടാ അതിങ്ങനെ പൂട്ടിയിടാൻ. കഴുത. കിളവൻ എനിക്കിട്ട് പണി തരാ. ഇത് എന്റെ ടെക്നിക്ക്, ഡോർ മാഗ്നറ്റ്. എടോ, ഇതൊക്കെ പഴയ ടെക്നിക്കാണോ? പുതിയതായി വല്ലതുകൊണ്ടേ കാണിക്കളവാ. ഓക്കെ, മെയിൻ ബോർഡിന്റെ അടുത്ത് ആളുണ്ടല്ലേ? അവൻ സെറ്റാവും തോന്നില്ല. അവനൊന്നും ഒരു ദിവസം പോലും എന്റെ അടുത്ത് പിടിച്ചേക്കാൻ കഴിയില്ല. മെയിൻ ബോർഡിലെ കൈ വച്ചാ ഇങ്ങനെ ടക്കടക്കട്ടാന്ന് അടിക്കണം. അപ്പോഴല്ലേ ജനങ്ങൾ ഭയപ്പെടുള്ളൂ. ഇവൻ നമ്മുടെ ആംബിയർ തങ്കപ്പന പോലെ ബ്ലിങ് 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 ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാടാ പേടി തോന്നുന്നേ? എന്റെ ബ്രോ, ഇത് നമ്മുടെ തൊഴിലല്ലേ? ടൈമിങ്ങും ഡീറ്റെയിലുമാണ് നമുക്ക് വളരെ പ്രധാനം. കണ്ടോ, ലേറ്റ്, പാസിംഗ് ലൈറ്റ്. പാസിംഗ് എങ്ങനെ കൊടുക്കണ്ടെന്ന് അറിയാമോ? ആക്ച്വലി പവർ കട്ട് സമയത്ത് നമ്മളിങ്ങനെ ലെഫ്റ്റ് തിരിയുമ്പോ ഇങ്ങനെ ഇത്രയും വേഗത്തിൽ പോകാനൊക്കെ സാധിക്കുമോ? ബ്രോ, വർക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പോയവന് ഓണറിനെ തന്നെ സംശയമില്ല. ഓപ്പറേറ്ററെ, നീ സമയം കിട്ടുമ്പോ എന്നെ ഒന്ന് കാണണം കേട്ടോ. ആ അല്ല, ഈ ഉടായ്പൊക്കെ എന്റെ അടുത്ത് എന്തിനാണ് കാണിക്കുന്നത്? ക്ലയന്റിന്റെ അടുത്ത് വേണ്ടേ കാണിക്കാൻ? ഞാൻ നിങ്ങളെ പോലുള്ള ജോലിക്കാരനാണ്. ഞാനെങ്ങനെ പഠിക്കുന്നത്? ആള്
ആളെ മനസ്സിലാവാതെ ആത്മാവിനെ പൂട്ടിയിടുന്ന ഒരു സാമ്രാട്ടിനെ നിങ്ങൾ പൂട്ടിയിരിക്കുന്നത്. ഞാൻ ആരാധന കാണിച്ചു തരാം. അസിസ്റ്റന്റ് കമ്മീഷണറെയും മിനിസ്റ്ററെയൊക്കെ അറിയാമോ നിങ്ങൾക്ക്? ഫോൺ വിളിച്ച് ഞാൻ സ്പീക്കറിലിടാൻ പോവാ, കേട്ടോ? സിഗ്നൽ ചാമ്പർ ഉണ്ടോ ഇവിടെ? ഇത് കൊമ്പത്തെ പ്രയോഗം. സബാഷ്, വളരെ ലേറ്റ് എന്റെ മോനെ നിങ്ങള്. ഈ ലൈറ്റൊക്കെ വന്ന ഉടനെ തന്നെ താഴേക്ക് ഇറക്കേണ്ടതല്ലേ? അപ്പോഴാണ് സൗണ്ടിനൊരു ഇതുണ്ടാവുള്ളൂ. അങ്ങനെ കറക്റ്റ് ആയിട്ട് വിട്ട ചക്കന്ന് ഇങ്ങനെ നിൽക്കണം. അപ്പോഴേ ഒരു ഗത്തുണ്ടാവുള്ളൂ. അതെ, തനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നെ പോലെ എക്സ്പീരിയൻസ് ഇല്ല. ഇത് എങ്ങനെ വരണമെന്നറിയോ? ലൈറ്റ് താഴെ വന്ന പോലെ തോന്നില്ല. ഞാൻ നല്ല സ്മൂത്തായിട്ട് മേളിൽ വന്ന പോലെ ഉണ്ട്. എന്താണ് വെറുതെ ആളെ പേടിപ്പിക്കുന്നത്? എനിക്ക് എല്ലാ വിധം അറിയാവുന്നതാ, കേട്ടോടാ. ഒരു റോപ്പ് പോലും ഇല്ലല്ലോ. ഇത് നോക്ക് ബ്രോ, ഒരു സപ്പോർട്ട് പോലും ഇല്ലാതെ നിക്ക. ഇതൊക്കെ ഭയങ്കര അപകടം കേട്ടോ. എവിടെ കയറ്റിയ പോലെ തന്നെ പതുക്കെ സ്മൂത്ത് ആയിട്ട് താഴത്തേക്ക് ഇറക്കി വെച്ചേ. ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും പറഞ്ഞോണ്ട് എന്നെ വിട്ട് കളയല്ലടാ. ഞാൻ സംസാരിച്ചോണ്ടിരിക്കല്ലേ? നമ്മൾ ചെയ്യുന്ന ജോലികളിൽ നമ്മുടെ ജീവൻ പോയി തിരിച്ചു കിട്ടണം, അല്ലാതെ ഒരു പോക്ക് പോകരുത്. അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്, മകനും അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ടാവില്ലേ? പ്ലീസ് സാർ. സമാധാനായി. വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കോട്ടി പേടിപ്പിക്കരുതെന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. തൃപ്തിയായി എനിക്ക്. അപ്പൊ ഗുഡ് ബൈ. ആ കഥകം തുറന്നാ ഞാനിങ്ങ് പോയേനെ. ഇതെന്താ ഈ നായൊക്കെ ഇവിടെ? ഇതിന് കുത്തിവെപ്പൊക്കെ എടുത്തതാണോടാ? ഇതെന്താ പട്ടിയെ കണ്ടിട്ട് പ്രേതത്തിനെ പോലെ ഉണ്ടല്ലോടാ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോടാ? നീ ഹിന്ദിക്കാരനോടാ? അമ്മേ ഹിന്ദി മാലു मैं उसका कुत्ता कुत्ता പിടിക്കണേ. അയ്യോ അയ്യോ, എന്നെ കൊല്ലാൻ പിടിക്കലേ. $500 കോടി അടിച്ചു മാറ്റിയിട്ട് ആശീർവദിക്കുന്നോ? കണ്ടുപിടിച്ചല്ലേ? എന്താണെങ്കിലും പുറത്തു പോയി സംസാരിക്കാം. ആദ്യം ഇവിടെ നിന്ന് പോവാം. അയ്യോ, എന്റെ കയ്യിലല്ലട കൺട്രോള്. എനിക്ക് നിങ്ങളുടെ ബാഗ് വേണ്ട, ഒന്നും വേണ്ട. കൈ എന്റെ കൺട്രോളിലല്ലടാ. സത്യം. ഞാനെവിടെ പിടിച്ചത്? നിങ്ങളെ എന്നെ പിടിച്ച് കറക്കുന്നേ. അയ്യോ വിടറാ. ബ്രോ, ഞാനൊന്നും ചെയ്തിട്ടില്ല ബ്രോ. സത്യമായിട്ടും പറയാം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ബ്രോ. ഒരു സ്വാമിയെ തല്ലാൻ പാടില്ല ബ്രോ. പ്ലീസ് ബ്രോ, നിക്ക് 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 ബ്രോ, നിക്ക്. കൈ എന്റെ കൺട്രോളിൽ ഇല്ല ബ്രോ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? പറയുന്ന കേക്ക് ബ്രോ. എന്റെ കൺട്രോള് പോയി ബ്രോ. അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞാലടാ, എന്റെ കൈ കൺട്രോളില്ലെന്ന് പറഞ്ഞില്ലായിരുന്നോ? വാടാ, വന്ന് താഴെ ഇറക്കടാ. ജോലിയാ നമുക്ക് പ്രധാനം. അവനെ താഴെ ഇറക്കടാ. വാ, കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ നമുക്ക് പെട്ടെന്ന് പോയേക്കാം അവിടുന്ന്. നിങ്ങൾ 3 പേരോട് എന്നെ ഇവിടുന്ന് പെട്ടെന്ന് താഴെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗ് കിട്ടും, പൈസ കിട്ടും, എല്ലാം കിട്ടും. പ്ലീസ്. ഇതവനോട് എന്റെ അമ്മ, നിങ്ങളെന്താ മേളിലേക്ക് നോക്കിയിരിക്കുന്നത്? വാടാ, നമുക്ക് പെട്ടെന്ന് പോയേക്കാം. വാ വാ വാ. വിട്. സ്ട്രോങ് അടിക്കുക. ഞാൻ അടിക്കാവനെ, നീ പിടി അങ്ങോട്ട്.
മേലെ പോയോ? എന്തിനാ മേലോട്ട് പോയേ? എനിക്ക് അറിയില്ലടാ. ഇങ്ങോട്ട് വാടാ. കാശ്മോര സ്വാമി, ഞങ്ങളെ രക്ഷിക്കു സ്വാമി. നിങ്ങൾ പ്രേതമാണെന്നറിയാതെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു സ്വാമി. ഞങ്ങളെ രക്ഷിക്കൂ സ്വാമി, പ്ലീസ്. ഞങ്ങളെ രക്ഷിക്കൂ സ്വാമി. സ്വാമി പ്ലീസ്, സ്വാമി രക്ഷിക്കൂ സ്വാമി. സ്വാമി, ഇനി മേലാൽ ഞങ്ങളൊന്നും ചെയ്യില്ല സ്വാമി. അയ്യോ, ഈ പാവങ്ങൾ അടി വാങ്ങി ചാവുമല്ലോ. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലടാ. ക്ഷമിക്കണം സ്വാമി. ഞങ്ങളെ നിനക്കിതൊക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കടാ. ഞങ്ങൾ രക്ഷിക്കു സ്വാമി. പോവല്ല സ്വാമി. ഞങ്ങൾ രക്ഷിക്കു സ്വാമി. സ്വാമി രക്ഷിക്കു സ്വാമി. എടാ, നിങ്ങളുടെ സമയം നല്ലതാടാ. കറക്റ്റ് സമയത്താണ് ഈ വള്ളി കിട്ടിയത്. പിടിച്ചോ പിടിച്ചോ. രക്ഷിക്കണം സ്വാമി. എല്ലാവരും ഒന്നിച്ചു പിടിച്ചോണം കേട്ടോ. വിടല്ലേ. മിനിസ്റ്ററോട് ഞാൻ രക്ഷപ്പെടുത്തുന്ന പോയി പറയണം കേട്ടോ. രക്ഷിക്കു സ്വാമി. ഞങ്ങളെ രക്ഷിക്കു സ്വാമി. നിക്കല്ലേ സ്വാമി. വണ്ടി എടുക്കടാ.